എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ആലപ്പുഴ ബീച്ചിൻ്റെയും ലൈറ്റ് ഹൗസിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് കണ്ടത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പുന്നമട കായലിന് സമീപമാണ്. എൻ്റെ പുറയിലായിട്ട് കുറേയേറെ കെട്ടുവള്ളങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളും അതുപോലെ തന്നെ ഈ ഒരു പുന്നമട കായലിൻ്റെയൊക്കെ കാഴ്ചകളാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഏതോ ഒരു ഊട് വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണേ. പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കുറേയേറെ ഹൗസ് ബോട്ടുകൾ കണ്ടു. ശരിക്കും ഈ ഒരു വഴിയല്ല നമുക്കിങ്ങോട്ട് വരേണ്ടത്. നമുക്കിവിടെ വേറെ ഒരു വഴി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആ ഒരു പവലിയനും നടക്കുന്ന ആ കാഴ്ചകൾ കാണുന്ന ആ ഒരു പവലിയനും അതുപോലെ തന്നെ അതിലേക്കൂടെ വരാൻ സാധിക്കുമായിരുന്നു. ഇത് നമ്മൾ കുറച്ച് ദൂരം ബൈക്കിൽ മുന്നോട്ട് വന്നിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്കും ഇവിടെ ഇങ്ങനെ കുറേയേറെ ഹൗസ് ബോട്ടുകൾ കാണുവാൻ സാധിക്കും. ബൈക്കുകൾ, അതായത് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകാൻ സാധിക്കും. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഉണ്ടോ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാലം പണിയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഒരു പാലത്തിൻ്റെ വിഷ്വൽ ഒന്ന് എടുക്കണം. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഇവിടെ വരെയേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു ഹൗസ് ബോട്ട് കാണാൻ സാധിക്കും. ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഈ ഒരു പുന്നമട കായലിന് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ തന്നെ വളരെയേറെ വ്യത്യസ്തമാണ്. അതാണ്ട് ഹൗസ് ബോട്ടുകളുടെ ഒരു ചാകര എന്ന് തന്നെ പറയാം. ഹൗസ് ബോട്ടുകളുടെ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ്സുകളൊക്കെ കിടക്കുന്ന അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു ഹൗസ് ബോട്ടുകളും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും കുറേ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഹൗസ് ബോട്ടുകളും ഒക്കെ നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടുന്നത് അപ്പുറത്തേക്ക് മാറിയാണ്. നമ്മുടെ ആ ഒരു ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെയൊക്കെ അവിടെയാണ്. അവിടേക്ക് നമുക്ക് പോകണം. ഇപ്പോൾ നമ്മളത് അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നമ്മളിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ബൈക്ക് കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണിയുന്ന ഒരു ഹൗസ് ബോട്ട് കാണാം. ഇതെല്ലാം പണിതുകൊണ്ടിരിക്കുകയാണ്. വലിയ ഹൗസ് ബോട്ടുകളാണ്. ഇതെല്ലാം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഹൗസ് ബോട്ടുകൾ മാത്രമല്ല ഉള്ളത് കേട്ടോ. ചെറിയ സ്പീഡ് ബോട്ടുകൾ, ഇവിടെ നോക്കിയാൽ ചെറിയൊരു വള്ളം കിടക്കുന്ന കാണാം. അപ്പോൾ സ്പീഡ് ബോട്ടുകൾ, പിന്നെ എന്താണ് പറയുന്നത്, ഷിക്കാര വള്ളങ്ങൾ, പിന്നെ നമ്മുടെ ഹൗസ് ബോട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോവുകയാണ്. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ വെച്ചു കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് പോവുകയാണ്. ഇവിടെ വീണ്ടും നമുക്ക് ഹൗസ് ബോട്ടുകൾ കാണുവാൻ സാധിക്കും. ഈ കാണുന്ന ഒരു ഹൗസ് ബോട്ടാണ്. തൊട്ട് മുമ്പിലായിട്ട് കാണുന്നത് ഷിക്കാര വള്ളങ്ങളാണ്. വള്ളങ്ങൾ നമുക്കറിയാം, നമ്മുടെ കാശ്മീരിലേക്ക് വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഷിക്കാര വള്ളങ്ങൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഷിക്കാര വള്ളം, ഇതാണ് ഷിക്കാര വള്ളം. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇങ്ങനെ നിരവധി ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വരുന്നവർ നമ്മൾ ഇവിടെ എത്തിച്ചേരാൻ അപ്പുറത്ത് പാർക്കിങ്ങിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾ വരുന്നവർ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ ഒരു റേറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പരിചയമുള്ള ആൾക്കാരോ പരിചയമുള്ളവരോ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ റേറ്റ് നമുക്ക് ഇതിൻ്റെ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന റേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. കാരണം അതൊരു 4000 രൂപ മുകളിലോട്ട് ഉണ്ട്. ലക്ഷങ്ങൾ ഒക്കെ വരുന്ന ഹൗസ് ബോട്ടുകളുണ്ട്. പ്രധാന കാരണം ഇതിൻ്റെ റൂമുകളാണ്. റൂമുകൾ 2 അല്ലെങ്കിൽ 4, 6, 8 ഇങ്ങനെ റൂമുകളനുസരിച്ച് ഹൗസ് ബോട്ടുകൾക്കും വ്യത്യാസമുണ്ട്. അതിൻ്റെ റേറ്റുകൾക്ക് വ്യത്യാസമുണ്ട്, പാക്കേജുകൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഓൺലൈനായിട്ട് നോക്കുകയോ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ ചെയ്തിട്ട് ഇത് ബുക്ക് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും 1-2 സൈറ്റുകളുടെ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാനുള്ള 1-2 സൈറ്റുകളുടെ ലിങ്ക് നമ്മൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്.
ഇവിടെ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ടോ, എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയല്ലേ. നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ ഏത് വീഡിയോ എടുത്താലും ഏത് വിഷ്വലെടുത്താലും അതിലൊരു ഹൗസ് ബോട്ടും ആലപ്പുഴയും ഇല്ലാതെ അത് പൂർണ്ണമാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഒരു പഴയ ബോട്ട് കാണാൻ സാധിക്കും. ഇത് സർക്കാരിൻ്റെ സർവീസ് നടത്തിയിരുന്ന ബോട്ടാണ് എനിക്ക് തോന്നുന്നു. അതെന്തായാലും നിലവിൽ അത് വർക്കിംഗ് കണ്ടീഷനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് അത് അങ്ങേ കരയ്ക്കാണ് കിടക്കുന്നത്. നമ്മൾ കാണുന്നത് ഈ ഒരു പുന്നമടക്കായലാണ്. അപ്പോൾ ഈ പുന്നമടക്കായലിൽ ഇങ്ങനെ ഇത് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ അതിങ്ങനെ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ പുന്നമടയും അതുപോലെ തന്നെ വേമ്പനാട്ടുകായലും ഒക്കെ ഇതുപോലെ ഇതുള്ള ഒരു കേന്ദ്രം തന്നെയാണ്. ഒരുപാട് സഞ്ചാരികൾ സ്വദേശികളും വിദേശികളും ഒക്കെ ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കാണുവാൻ സാധിക്കും. വിദേശികളൊക്കെ വന്ന് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ട് അതിൽ തന്നെയാണ് അവർ ചിലവഴിക്കുന്നത്. നിരവധി ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇനി അതല്ല, ഹൗസ് ബോട്ടിലല്ലാതെ പോകേണ്ട ചെറിയ വള്ളങ്ങൾക്കാണെങ്കിൽ ചെറിയ വള്ളങ്ങൾ, ചിക്കാര വള്ളങ്ങൾ, അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകൾ ഒക്കെ ലഭിക്കും. നമ്മളെന്തായാലും ഈ കാണുന്നത് ബൈക്ക് വെച്ച സ്ഥലത്താണ്. ബൈക്ക് വെച്ച സ്ഥലത്ത് ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ ചെറിയൊരു വീട് പോലെ എനിക്ക് കണ്ടു. അവിടെയാണ് ഞാനിപ്പോൾ ഈ ഒരു ബൈക്ക് വെച്ചത്. അതിൻ്റെ ഒരു ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടല്ലേ. ഇത് നോക്കിയ ഫുള്ള് തടിയിലാണേ. അപ്പോൾ ഇതെന്തിൻ്റെ ബിൽഡിങ്ങാണ്, എന്തിൻ്റെയാണ് ഈ ഒരു കടയെന്ന്, ഈ ഒരു മുറിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കുറേയേറെ ബൈക്കുകളൊക്കെ മാത്രമാണ് അവിടെ കയറ്റി വെച്ചേക്കുന്നത്. നമ്മളപ്പോൾ അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ഹൗസ് ബോട്ടുകൾ കാണുവാൻ സാധിക്കും. തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പാലം നല്ല റെഡ് കളറിൽ ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ആയിരിക്കും എന്നുള്ളത് ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടേ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. എന്തുമായാലും സാധാരണ പാലങ്ങളിൽ നിന്നൊരു വെറൈറ്റി ഡിസൈനാണ് ഇതിൻ്റേത്. അതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ കെട്ടുവള്ളങ്ങൾ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളപ്പോൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് നടക്കുവാണേ. അപ്പോൾ ഈ പറഞ്ഞ റൂട്ട് തന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. നമുക്ക് ഏത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് മുറികൾ വ്യത്യാസമുണ്ട്, മുറികളുടെ എണ്ണം വ്യത്യാസമുണ്ട്. ചെറിയ ബോട്ടുകളുണ്ട്, സ്പീഡ് ബോട്ടുകളുണ്ട്. കൂടുതലും ആൾക്കാർ ഇപ്പം നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ ചൂസ് ചെയ്യുന്നത് ചെറിയ ബോട്ടുകളാണ്. അവരൊന്ന് കറങ്ങി അടിച്ച് നമ്മുടെ ഇതിൽ കൂടെ കറങ്ങി അടിച്ച് പോയി തിരിച്ചു വരും. നമ്മൾ ഈ ബസ്സുകളൊക്കെ സ്റ്റാൻഡിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന പോലെ ചില ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ ബ്ലോക്കും ഉണ്ടാക്കുന്നുണ്ടേ. ഞങ്ങൾ ഇങ്ങോട്ട് മുമ്പേ പോയ വഴിക്ക് അവിടെ ഇങ്ങനെ പറഞ്ഞാൽ ബ്ലോക്കായി കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിതേ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഒരു വഴി തീരുവാന്ന വഴിയല്ല, അത് തീർന്നിട്ടതേ ഇങ്ങനെ കിടക്കുവാണേ. ഇതിലെ കരയ്ക്ക് കയറ്റുന്നത് അല്ലേ? ഇതിലായിരിക്കും കരയ്ക്കോട്ട് കയറ്റുന്നത്. പലക കിടപ്പുണ്ട്. അപ്പോൾ ഈ വള്ളങ്ങളൊക്കെ ഇതുവഴിയാണ് കരയ്ക്ക് കയറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടുകളുടെ ഒരു സർവീസ് സ്റ്റേഷൻ, ബോട്ടിൻ്റെ ഒരു എന്താണ് പറയുന്നത്, വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയാം. ഇവിടെ ഒരുപാട് ചെറിയ വള്ളങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ബോട്ടുകളും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ നമ്മളെ കണ്ട പലകയില്ലേ, ആ പലക വഴി തള്ളി കയറ്റിയാണ് ഇതിനുള്ളിൽ അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മളെന്തെങ്കിലും ഒരു അവധി ദിവസമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഒരു ഹൗസ് ബോട്ടിൻ്റെ ബാക്കിൽ നിന്ന് പുക നോക്കിയല്ലേ. നമ്മുടെ വണ്ടിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ പുക വിട്ട് പോകത്തില്ലേ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ പൊല്യൂഷൻ ഇല്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നിന്നിട്ട് 2-3 ഹോസ്പിറ്റലിൻ്റെ ഷോട്ടുകളോട് എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സ്ഥലത്തെത്തണം.
ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ഹൗസ് ബോട്ടുകളും വന്ന് ബ്ലോക്ക് ആവുന്നു. അങ്ങനെ ഒരു ഹൗസ് ബോട്ട് ബ്ലോക്കാക്കി വെച്ചേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വള്ളങ്ങളും അങ്ങോട്ട് വന്ന വള്ളങ്ങളും എല്ലാം ബ്ലോക്കായിട്ടുണ്ട്. അത് ആ വള്ളക്കാരുടെ കുഴപ്പമില്ല, മറ്റേ വള്ളം കൊണ്ട് സൈഡ് വെച്ചപ്പോൾ അത് മാറ്റി കൊടുക്കേണ്ടി വന്നു. മാറ്റി കൊടുക്കേണ്ട സമയമായപ്പോഴത്തേക്ക് മറ്റുള്ള വള്ളങ്ങൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തറിയോ, ഇതിങ്ങനെ പെട്ടെന്ന് പിടിച്ച് നിർത്താൻ പറ്റില്ല. ഇതിങ്ങനെ കയറി അടുത്ത വെള്ളത്തിൽ കയറി തട്ടും. അപ്പോൾ തട്ടാൻ പോകുമ്പോൾ ആൾക്കാർ ഇറങ്ങി തന്നെയാണ് ഈ വെള്ളത്തെ പിടിച്ച് തട്ടാതെ നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മളിത് ആ ഹൗസ് ബോട്ട് പുകയൊക്കെ അടിച്ച് ആ പാലത്തിൻ്റെ താഴെ തന്നെ നിൽക്കുവാണ്. ആ പാലത്തിൻ്റെ ഡിസൈൻ ചെയ്ത് എനിക്കിപ്പോഴും കൂടെ മനസ്സിലായി. പണി കഴിയുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി സാധനം അടിക്കും കേട്ടോ. നല്ല വ്യത്യസ്തമായിട്ട് ആശയമായിരിക്കും. എന്തായാലും അത് നല്ല വൃത്തിയായിട്ട് തന്നെ വരട്ടെ. നല്ല സ്റ്റെപ്പുകളൊക്കെ ഇവിടെ പണിയുന്നുണ്ട് അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിന് പണി പൂർത്തിയാവാത്തതുകൊണ്ടാണ് നമ്മളത് കയറി വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ്, അത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കിടക്കുന്ന വണ്ടികൾ കണ്ടാൽ അറിയാം എന്തുമാത്രം തിരക്കാണ്, ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നതെന്ന്. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മുമ്പ് നമ്മൾ കണ്ടതിനേക്കാളും കൂടുതൽ ഹൗസ് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് ഹൗസ് ബോട്ടുകളാണ് കിടക്കുന്നത്. ശരിക്കും ഇത് ഒന്ന് കയറിയില്ലെങ്കിലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ വലസൈഡിലായിട്ടൊരു പവലിയനുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അവിടെ നിന്ന് കയറിയിട്ട് അവിടെ നിന്ന് നമുക്കൊരു ഇൻട്രോ ഒക്കെ എടുക്കണം. ഇത് കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ വള്ളംകളിയൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അപ്പം ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റും. ഇങ്ങനെ അങ്ങ് ദൂരം വരെ ഒരു സൈഡിലോട്ടില്ല, അവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് ഇതുപോലെ ഹൗസ് ബോട്ടുകൾ കിടക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതുപോലെ പുന്നമട കായലിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ ഈ ഒരു ഹൗസ് ബോട്ടുകൾ കിടക്കുന്നതൊക്കെ ഒന്ന് എടുക്കുക, കാണാൻ ശ്രമിക്കുക. നമ്മളെന്തായാലും ഹൗസ് ബോട്ടിൽ കയറുന്നൊരു വീഡിയോ ഇപ്പോൾ ഉടനെ ഇല്ല, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നതല്ല, മറ്റു ചില കാഴ്ചകൾ കാണാൻ പറത്തുന്നതിനിടയ്ക്ക് ഈ ഒരു വീഡിയോ എടുക്കുകയായിരുന്നു. ഹൗസ് ബോട്ടുമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടവർ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഹൗസ് ബോട്ടുകൾ ബുക്ക് ചെയ്യാനുള്ള നിരവധി ഓപ്ഷനുകളുണ്ട്. ഇവിടെ ഉണ്ടല്ലോ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ഒരു തെങ്ങും ഇങ്ങനെ പുഴയിൽ കൂടി ഈ ഒരു കായൽ കൂടി ഇങ്ങനെ ചെറു ബോട്ടുകളും വരുന്നതാണ്. നല്ല ഭംഗിയാണ്. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ്. അടിപൊളി ഒരു വ്യൂ ആണ്. കുഞ്ഞു വള്ളങ്ങൾ ഇങ്ങനെ പോകുന്ന കാണാൻ സാധിക്കും. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. മാക്സിമം നമ്മൾ വൈകുന്നേരമൊക്കെ തന്നെ വരിക. ഓപ്പോസിറ്റായിട്ടൊരു ക്ഷേത്രം കാണാൻ സാധിക്കും. എനിക്കൊന്ന് പൂഞ്ഞിക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇഷ്ടംപോലെ മീനുണ്ട്. വലിയ മീനൊക്കെ വിടും. അപ്പോൾ പുന്നമട കായലിന് സമീപമാണ് നമ്മളുള്ളത്. നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ്. ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് വരുന്നത്. നമ്മൾ അതുവഴി അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ, അടിപൊളി ഒരു വ്യൂ ആണ്. നല്ല തണലുണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് ബോട്ടുകൾ, സർവീസ് നടത്തുന്ന ബോട്ടുകളുണ്ട്, അല്ലാതെയുള്ള ഷിക്കാര ബോട്ടുകളുണ്ട്. ഇതിൽ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.